നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയെപ്പറ്റിയുള്ള ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിലൂടെ സജീവമാണ്. അതിന് കാരണം ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ മലപ്പുറത്തെപ്പറ്റി രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായമാണ്. അത്തരം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ കാരണം അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെയേറെ വിഷമമുണ്ടായി. എങ്കിലും അതിന് കാരണം ഞാനും മലപ്പുറത്ത് കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ട്. എൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്കവിടെ ഉണ്ടായ അനുഭവങ്ങളെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായ അനുഭവങ്ങളായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും മറ്റുള്ള ജില്ലക്കാർ മോശമാണ് എന്നല്ല, ഒരിക്കലുമല്ല. മറ്റുള്ള ജില്ലക്കാരിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമയിൽ സുരേഷ് ഗോപി സാർ പറയുമല്ലോ, അതൊക്കെ മേലെ എന്നൊക്കെ പറയുമല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ശൈലി. പൊതുവെ ഞാൻ താമസിച്ച കാലത്തോളം എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, എനിക്ക് ചെറിയൊരു ബിസിനസ്സായിരുന്നു. എൻ്റെ ചെറിയ താഴെത്തട്ടിൽ നിന്നുള്ള ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം വരുന്ന ഒരു വ്യാപാരം. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ താമസിച്ചപ്പോഴത്തേക്ക് എനിക്ക് മൊത്തത്തിൽ അവിടെയുള്ള ജനങ്ങൾ മറ്റൊരു ജില്ലയിൽ നിന്നും വന്നയാളാണെന്നോ അല്ലെങ്കിൽ വേറൊരു ജില്ലക്കാരനാണെന്നോ എന്നുള്ള വേർതിരിവോ മനോഭാവമോ ഒന്നുമില്ല. അങ്ങേയറ്റം സ്നേഹസഹകരണത്തോടെ അവരുടെ അയൽവാസിയെ എങ്ങനെയാണോ അവർ റിസർവ് ചെയ്യുന്നത് ആ ശൈലി തന്നെയായിരുന്നു എന്നോട് ഇടപഴകിയത്. അതിൽ നിന്നും എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ അഭിമാനവും സന്തോഷവും തോന്നിയ ദിവസങ്ങളായിരുന്നു മലപ്പുറത്ത് ഞാൻ താമസിച്ചിരുന്ന ദിവസങ്ങളെന്ന് പറയുന്നത്. എന്തിനധികം പറയുന്നു, നമുക്ക് മലപ്പുറത്ത് ഒരു വീട് വെക്കുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ എന്നുവരെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സഹകരണ മനോഭാവമായിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ. ഇതെൻ്റെ മാത്രമല്ല, പൊതുവെ മറ്റുള്ളവരുടെ ഒരു മലപ്പുറമായിട്ട് അടുത്ത് എന്നേക്കാൾ കൂടുതൽ മലപ്പുറമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അത് നന്നായി അറിയാവുന്നതുമാണ്. ഇത് ഞാൻ പറയേണ്ടതില്ല. എന്നാൽ വളരെ ചുരുങ്ങിയ വ്യക്തികൾക്ക്, ചില വ്യക്തികൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എങ്കിലും ഭൂരിപക്ഷം, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഭൂരിഭാഗവും അവിടെ നല്ല ഒരു സ്നേഹ സഹകരണ മനോഭാവമുള്ള ജനതയാണ് മലപ്പുറംകാർ. എന്ത് കാര്യമുണ്ടെങ്കിലും അതിനകത്ത് അവർ എന്തിനധികം പറയുന്നു. ഇപ്പം നമ്മുടെ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ബംഗാളികൾ ഇപ്പം ഫാമിലിയായിട്ടൊക്കെ വന്ന് താമസിക്കാൻ തുടങ്ങി. ഒരു ബംഗാളിയാണ് തൊട്ടയിലോ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും അയാൾക്ക് എന്തെങ്കിലും ആവശ്യം, ഒരു അത്യാവശ്യ ഘട്ടം വന്നാൽ, എന്താവശ്യം വന്നാലും അയാളുടെ ജാതിയോ അയാളുടെ മതമോ അല്ലെങ്കിൽ അയാളുടെ രാജ്യമോ ഒന്നും നോക്കാതെ തന്നെ അദ്ദേഹത്തിന് എന്താണോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് എന്താണോ ഒരു ആവശ്യമെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ ഒന്നും ആലോചിക്കാതെ, ക്രിസ്ത്യാനിയെന്നോ അല്ലെങ്കിൽ വരുന്നത് ചിലപ്പോൾ ക്രിസ്ത്യാനി ആയിരിക്കാം, മുസ്ലിംസ് ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, ആര് തന്നെയാണെങ്കിലും ഓടിയെത്തി വേണ്ട സഹകരണം ചെയ്യുന്ന ഒരു ജനതയാണ് മലപ്പുറംകാർ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ മറ്റുള്ളവരുടെ പലരുടെയും അനുഭവം ഞാൻ കേട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ളപ്പം ശ്രീമാൻ വെള്ളാപ്പള്ളി അവർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നത് നമുക്ക് വ്യക്തമല്ല. എന്തായാലും കേരളത്തിലുടനീളം പരസ്പര സഹായ സഹകരണങ്ങളിൽ മലയാളികൾ നമ്മളാരും ഒട്ടും തന്നെ പുറകോട്ടല്ല, നല്ല രീതിയിലാണ്. എന്നാൽ അതിൽ നിന്നും ഒരു സ്റ്റെപ്പ് മുകളിലാണ് മലപ്പുറം ജില്ലക്കാർ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഉദാഹരണത്തിന് കോഴിക്കോടൊക്കെ ഒരു വിമാന അപകടമൊക്കെ ഉണ്ടായി, ഓർക്കുന്നുണ്ടോ? ആ വിമാന അപകടമൊക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ടി വികളിലൂടെ കണ്ടതാണ്. ആ നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയതും ഒക്കെ ലോകമെമ്പാടും കണ്ടതാണ്. ആ സെയിം പ്രവൃത്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും മലപ്പുറം ജില്ലക്കാർ കൈക്കൊള്ളുന്നത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എനിക്ക് എൻ്റെ ഈ അനുഭവം
എൻ്റെ പ്രേക്ഷകരെ കൂടി പങ്ക് വെക്കുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ സാമുദായിക നേതാക്കൾ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായ കാരണം അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവും, ഒന്നുമില്ലാതെ പറയില്ലല്ലോ. നിസ്സാരം നക്കാപ്പിച്ച രാഷ്ട്രീയ ആദായത്തിന് വേണ്ടി അത്തരം അഭിപ്രായങ്ങളൊന്നും അവർ പറയാറില്ല. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 99% ജനങ്ങളും പോസിറ്റീവ് അഭിപ്രായമേ മലപ്പുറത്തെ പറ്റി പറയാറുള്ളൂ. വളരെ ചുരുങ്ങിയ വ്യക്തികളെങ്ങാനും നെഗറ്റീവ് പറഞ്ഞാൽ ആയി. ചിലപ്പം ഒരുപക്ഷെ ശ്രീമാൻ വെള്ളാപ്പള്ളി സാറിൻ്റെ അഭിപ്രായം ആ കാറ്റഗറിയിൽ വരുന്നതാവാം. എന്തു തന്നെയാണെങ്കിലും മലപ്പുറം ജില്ല എന്ന് പറയുന്നത് നമ്മളെ അങ്ങേയറ്റം ചേർത്ത് പിടിക്കുന്ന ജില്ല തന്നെയാണ്. ഏതൊരു വ്യക്തിയും അതിനകത്ത് ജാതിയും മതമൊന്നും നോക്കാറില്ല. ഈ വിവരം എൻ്റെ പ്രേക്ഷകരെ അറിയിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഈ ചാനലിലെ പരിപാടി കാണുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.